ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു പഴഞ്ചൊല്ലും ഉപമയും ഒക്കെയാണത്. സംഗതി കഴിഞ്ഞ ദിവസം അത് കണ്ട് ചിരിച്ചുപോയി. നമ്മൾ സാധാരണ ഈ റിയൽ ഹീറോ ആരാന്നറിയോ? ഗ്രൗണ്ടിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്നവനാണ് റിയൽ ഹീറോ. അല്ലാതെ മേക്കപ്പ് ഇട്ട് കാശ് വാങ്ങിച്ച് സ്ക്രിപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അഭിനയിക്കുന്നവനല്ല റിയൽ ഹീറോ. ഈ രാഹുൽ ഗാന്ധി ഒരു ധൈര്യവാനാണ് എന്ന് പറയാൻ കാരണം രാഹുലിന് ആൾക്കൂട്ടത്തിലിറങ്ങുമ്പോൾ അവരുടെ ഇടയിൽ നടക്കുമ്പോൾ ഭയമില്ല, പിന്തിരിഞ്ഞോടാറില്ല, അതിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. കെ.സി. വേണുഗോപാൽ സാർ ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഈ ഭാരത് ജോഡോ യാത്ര കാശ്മീരിൽ അവസാനിക്കുമ്പോൾ കുറേ സ്ഥലങ്ങളിൽ പോലീസ് സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് ജാഥ നിരോധിച്ചു. അവിടെ പോലീസ് സംരക്ഷണം നൽകില്ലെന്ന് പറഞ്ഞു. എല്ലാവരും ഉപദേശിച്ചത്രേ രാഹുൽ ഗാന്ധിയോട് ആ വഴി നടക്കണ്ടെന്ന്. പക്ഷേ രാഹുൽ ഡിറ്റർമൈൻഡ് ആയിരുന്നു. ഞാൻ നടക്കും, ഭയമില്ലാത്തവർക്കൊപ്പം കൂടാം എന്ന് പറഞ്ഞിട്ടാണ് അത്രയും സ്ഥലം നടന്നു പോയപ്പോൾ അനുഭവിച്ചൊരു മാനസിക സംഘർഷത്തെക്കുറിച്ചാണ് കെ.സി. വേണുഗോപാൽ സാർ ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായത്. ഇപ്പോൾ ഇതൊക്കെ എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ ഇറാനിയൻസിനെയും അതുപോലെ ഫലസ്തീനിയൻസിനെയും ഒക്കെ ഓർത്തുപോയി. റിയൽ ഫൈറ്റേഴ്സ്, മരിക്കും എന്നറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നവർ. എന്താ സംഗതി എന്നറിയോ? നമ്മുടെ വിജയ് എന്ന രാജ്യാന്തര സിനിമയിലെ വലിയ നായകനും ഹീറോയും ഒക്കെ ആയ അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങി പുറപ്പെട്ട് ഇപ്പോൾ ട്രോളിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം ഇതാണ്. അതായത് പുള്ളി ഒരു ഹീറോ ആയി സൈക്കിളെ ചവിട്ടി പോവുമായിരുന്നു. ആ പോകുന്നതിനിടയിൽ ആരോ ആരാധകർ പൂക്കൾ ഒരുമിച്ച് കെട്ടിയിട്ട് ഒരു ഏറ് കൊടുത്തു. പുള്ളി വിചാരിച്ചു അത് ബോംബാണെന്ന്. സൈക്കിൾ താഴെ ഇട്ടിട്ട് ഒരൊറ്റ ഓട്ടം. ഇല്ല, പട്ടി കടിക്കാനായിട്ട് ഓടിക്കുമ്പോൾ ഓടുന്ന പോലെ ഓടിച്ചാടി വണ്ടിക്കകത്ത് കയറിക്കഴിഞ്ഞാണ് അത് പോവാന്നറിയുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ. വെടിയുണ്ട പിടിക്കുന്നവരാണവർ. പറന്നു വരുന്ന കാറിനെ തള്ളി നീക്കുന്നവരാണ്, അടിച്ച് തകർക്കുന്നവരാണ്. പക്ഷേ എന്തുണ്ട്? മരണഭയം നന്നായിട്ടുണ്ട്. അവർക്കറിയാം സിനിമയല്ല റിയൽ ലൈഫാണെന്ന്. ആ റിയൽ ലൈഫിലെ ഹീറോ ആകാൻ ധൈര്യവാനാവുക എന്നത് ഒരു നിസ്സാര കാര്യമല്ല. മറ്റേതൊക്കെ ഷോ ഓഫാണ്. അവിടെയാണ് ചിലർ റിയൽ ഹീറോ ആവുന്നത്, റിയൽ ഫൈറ്റേഴ്സ് ആവുന്നത്.